ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വട്ടോളിയുടെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വിമതരുടെയും അജ്ഞത എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അമ്പരപ്പിക്കുന്ന അറിവില്ലായ്മയാണ് വിമതരുടേത്. പെറ്റ തള്ള സഹിക്കൂല കേട്ടോ, പെറ്റ തള്ള സഹിക്കൂല. അടിയന്തര ചികിത്സ നൽകിയില്ലെങ്കിൽ, മെത്രമാർ ഈ വിമതർക്ക് അടിയന്തര ചികിത്സ നൽകിയില്ലെങ്കിൽ വിമതരുടെ വേദവിപരീതം എന്ന ക്യാൻസർ പടർന്നു പിടിക്കും. ഇപ്പം തന്നെ ഈ വിമത വൈദികരുടെ കൂടെയുള്ള മുന്നേറ്റക്കാർക്കൊക്കെ ഈ അജ്ഞത എന്ന ക്യാൻസർ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വെറുതെ തൈലം പുരട്ടിയാൽ അവിടെ ശരിയാകില്ല, ഒരു സർജറി തന്നെ വേണം എന്ന് ഞാൻ പലപ്പോഴും ഊന്നി പറയുന്നത്. ഈ വീഡിയോയിൽ വട്ടോളി അച്ഛൻ രാജിക്കത്ത് കൊടുത്തപ്പോൾ അതിൽ കുറേ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 18 പാരഗ്രാഫായിട്ടാണ്. അതിൽ ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ പകുതി വായിച്ചപ്പോൾ ഓരോ വചനത്തിലും അബദ്ധങ്ങൾ അനേകമിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അതേക്കുറിച്ച് അതായത് നമുക്കൊരു വെല്ലുവിളി, നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് വട്ടോളിയും വിമത വൈദികരും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ വട്ടോളിയുടെ ഈ വിശ്വാസമില്ലാത്ത പ്രത്യയശാസ്ത്രം കണ്ടിട്ട് വിമത വൈദികരുടെ നേതാവ് മുണ്ടാടൻ തന്നെ അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞതാണോ, അതുകൊണ്ടാണോ അദ്ദേഹത്തിലൂടെ രാജിക്കത്ത് കൊടുത്തിരിക്കുന്നത്? ഇതിനകത്ത് കുറേ കുതന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ രീതികൾ അങ്ങനെയാണ്. അപ്പം നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇത് വട്ടോളിയച്ഛൻ്റെ ഒരു വ്യക്തിപരമായ ഒരു പ്രശ്നമായി മനസ്സിലാക്കാതെ എറണാകുളത്തെയും എറണാകുളത്തിന് സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ളവരെയും ബാധിച്ചിരിക്കുന്ന വിശ്വാസമില്ലാത്തൊരു പ്രത്യയശാസ്ത്രം, അതായത് നമ്മുടെ സത്യവിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന ഒരു രീതി, അതിന് ഉള്ള മറുപടിയായിട്ട് വേണം എൻ്റെ വീഡിയോയിൽ കാണാൻ. ഈ വിമത വൈദികരും മുന്നേറ്റക്കാരും മുന്നോട്ട് വയ്ക്കുന്ന വിശ്വാസമില്ലാത്ത പ്രത്യയശാസ്ത്രത്തിന്, അതായത് നമ്മുടെ സത്യവിശ്വാസം വെല്ലുവിളിക്കുന്നതിന് മറുപടിയായിട്ടാണ് എൻ്റെ വീഡിയോയിൽ കാണേണ്ടത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനായിട്ടത് സഹായിക്കും ചെയ്യും. ഈ അബദ്ധ സിദ്ധാന്തങ്ങൾ ചെറുക്കാനും കഴിയും. അതിന് ദൈവം തന്ന നല്ല അവസരമായി കാണണമെന്നും ഈ വീഡിയോസ് ആദ്യന്തം കേൾക്കണമെന്നും അത് ചർച്ച ചെയ്യണമെന്നും പ്രചരിപ്പിക്കണമെന്നും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ഇടവകയിലുള്ള സുഹൃത്തുക്കളുമായോ നിങ്ങളുടെ സ്നേഹിതന്മാരുമായോ ഇടവകയിലുള്ള സുഹൃത്തുക്കളുമായിട്ടോ വചന സുഹൃത്തുക്കളുമായിട്ടോ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അംഗങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ ഈ വീഡിയോയിലെ എല്ലാവർക്കും എല്ലാ ഭാഗം കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പകുത്തു കൊടുക്കുക. ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ നീ കാണുക, എന്നിട്ട് അതിൻ്റെ ആശയങ്ങൾ പറയുക. അങ്ങനെ ഇത് സത്യവിശ്വാസത്തെ, നമ്മുടെ സത്യവിശ്വാസത്തെക്കുറിച്ച് പഠിക്കാനുള്ള നല്ല അവസരമായി കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ രാജിക്കത്തിലെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. പ്രിയ ആർച്ച് ബിഷപ്പ്, പാമ്പ്ളാനി പിതാവിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, മുണ്ടാടൻ അച്ഛനിലൂടെയാണെങ്കിലും. പ്രിയ ആർച്ച് ബിഷപ്പ്, എന്തുകൊണ്ട് ഈ തീരുമാനം എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് ഞാൻ ജനിച്ചു വളർന്ന കാടുകുറ്റി എന്ന എൻ്റെ നാട്ടിലെ ജനങ്ങളെയും എൻ്റെ അമ്മയെയും അറിയിക്കേണ്ടതുണ്ട്. ഈ അമ്മയെ അറിയിച്ചത് ഈ രാജിക്കത്ത് അമ്മ വായിച്ചിട്ടുണ്ടോ, അമ്മയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മയ്ക്ക് സത്യവിശ്വാസം ഉണ്ടെങ്കിൽ ഈ രാജിക്കത്ത് കാണുമ്പോൾ, അതിൽ കുറച്ച് ന്യായങ്ങൾ കാണുമ്പോൾ ആ പെറ്റ തള്ള സഹിക്കില്ല. അതുകൊണ്ട് ഞാൻ പെറ്റ തള്ള സഹിക്കില്ല എന്ന് പറഞ്ഞത്. അമ്മയെയും അറിയിക്കേണ്ടതുണ്ട് എന്നാണ് ഈ വട്ടോളിച്ചൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: ഇക്കാലം അത്രയും പള്ളിപ്പുറം ചേർത്തല മുട്ടം, താവളം, ചിറ്റൂര്, പാലക്കാട് അട്ടപ്പാടി, മറ്റൂര്, തെക്കേ കിടങ്ങൂർ, അങ്കമാലി മാർട്ടിൻ ഡി പോറസ്, സെബിയൂർ, ഇരുമ്പനം, കടമക്കുടി എന്ന നാടുകളിലെ ജനങ്ങളുടെ അധ്വാനമായിരുന്നു, വിയർപ്പായിരുന്നു എൻ്റെ അന്നം. ആരുടെ വിയർപ്പിൻ്റെയും അധ്വാനത്തിന് പങ്കുപറ്റിയാണോ മെത്രാന്മാർ അടങ്ങിയ ഞങ്ങൾ പുരോഹിത വർഗം സുഭിക്ഷമായും സുരക്ഷിതമായും ജീവിക്കുന്നത്, ആ ജനത്തിന് ഒരു അവകാശവും ഒരു അധികാരവും ഈ വ്യവസ്ഥിതിയുടെ നിയമത്തിൽ ഇല്ല എന്നുള്ളത് ഞങ്ങൾ പുരോഹിത വർഗത്തെ ഒട്ടും തന്നെ അലോസരപ്പെടുത്തുന്നില്ല എന്നത് ലജ്ജാകരമാണ്. എന്നാൽ വർത്തമാനങ്ങളിലും സമ്മേളനങ്ങളിലും പ്രഖ്യാപനങ്ങളിലും ആവോളം ഉണ്ട് താനും. എന്തുകൊണ്ട് വൈദിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങുന്നു എന്നതിൻ്റെ കാരണങ്ങൾ, എൻ്റെ ചോദ്യങ്ങൾ ഏവരുടെയും അറിവിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നു. അപ്പോൾ പാമ്പ്ളാനി പിതാവിന് മാത്രമുള്ളതല്ല ഈ രാജിക്കത്ത്, എല്ലാവരുടെയും അറിവിലേക്കും ചർച്ചയ്ക്കും ആയിട്ട് അദ്ദേഹം ചോദ്യങ്ങളായിട്ടാണ് തൻ്റെ കാരണങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ: നിങ്ങൾ ബലി അർപ്പിച്ചോ, പ്രാർത്ഥിച്ചോ, ഏത് ഭാഷ നിങ്ങൾ പ്രാർത്ഥിച്ചത്,
ദൈവശാസ്ത്രപരമായി ആ പ്രാർത്ഥന ഉള്ളടക്കം, ഭാഷ എന്നിവ കൃത്യമായിരുന്നോ? ആരാധനാക്രമ പാരമ്പര്യം അനുസരിച്ച് തന്നെയാണോ ആ പ്രാർത്ഥനകൾ ക്രോഡീകരിക്കപ്പെട്ടുള്ളത്? നിങ്ങൾ സിനഗോഗിൽ മുടങ്ങാതെ പോകുന്നുണ്ടോ? പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് ഇപ്പോൾ വായിക്കണം. നേർച്ചകളും കാഴ്ചകളും സമർപ്പിക്കുന്നുണ്ടോ? പാരമ്പര്യങ്ങൾ സൂക്ഷ്മതയോടെ പാലിക്കുന്നുണ്ടോ? നിയമങ്ങളും ഉപനിയമങ്ങളും, ഇപ്പോൾ കാനൻ നിയമം, വള്ളിപ്പുള്ളി തെറ്റത് അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും യേശുവിൻ്റെ മുൻഗണനകൾ ആയിരുന്നില്ല. ഇതാണ് വട്ടോളിയുടെ ഈ രാജിവെക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തേതിൽ അതിൻ്റെ പകുതി ഞാൻ വായിച്ചിട്ടുള്ളൂ. ഇത്രയും വായിച്ചപ്പോഴേക്കും എനിക്ക് ഇതിലത്തെ ഓരോ വാക്കുകളും തെറ്റാണ്. ഓരോ വാക്കുകളും സത്യവിശ്വാസിക്ക് സ്വീകരിക്കാൻ പറ്റാത്തതാണ്. യേശുവിൻ്റെ മുൻഗണനകളായിരുന്നില്ല എന്നാണ് വട്ടോളി പറയുന്നത്. വട്ടോളി പറഞ്ഞത് ശരിയല്ല. അപ്പോൾ ഇത്രയും കണ്ടപ്പോഴേക്കും ഇതിന് ഞാൻ മറുപടി ഞാൻ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ അത് തന്നെ ഈ വീഡിയോയുടെ ലെങ്ത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനുള്ള മറുപടി ഞാൻ തയ്യാറാക്കിയപ്പോൾ അപ്പോൾ ഇങ്ങനെ ഓരോ കാരണങ്ങൾക്കുള്ള മറുപടികൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് വട്ടോളിത്തിനും വ്യക്തിപരമായി കൊടുക്കുന്ന ഒരു മറുപടിയല്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും എറണാകുളത്തെ സകല വിശ്വാസികൾക്കും കത്തോലിക്ക സഭയിലെ മുഴുവൻ വിശ്വാസികൾക്കും വേണ്ടിയാണ്. കൂട്ടത്തിൽ പെന്തക്കോസ്തക്കരും യഹോവസാക്ഷികൾക്കും ഒക്കെ ഇതിനുള്ള മറുപടികളുണ്ട് ഈ ഞാൻ നൽകുന്നതിനകത്ത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ തന്നെ കാണണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിലൊരു ചതിയുണ്ട് ഈ എഴുതി വച്ചിരിക്കുന്നതിൽ. കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് പ്രത്യയശാസ്ത്രം അങ്ങനെ തന്നെ വിളമ്പിയിരിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കാണുമ്പോൾ കുറേ പേര് കൈയടിക്കുന്നതിന് കാരണം കത്തോലിക്ക വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് ഈ വട്ടോളിച്ചൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കത്തോലിക്ക വൈദികനായിരിക്കുന്ന ഒരാൾ കത്തോലിക്ക വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോഴും വെല്ലുവിളിക്കുമ്പോഴും ആളുകൾ കൈയടിക്കാനുണ്ടാകും. അതെന്തിനാ? കത്തോലിക്ക സഭയെ ആക്രമിക്കുന്നത് കത്തോലിക്ക സഭയിലെ ഒരു വൈദികനാണ് എന്നതുകൊണ്ടാണ്. അല്ലാണ്ട് അദ്ദേഹം ചെയ്യുന്നത് ശരിയായിട്ടോ അല്ലെങ്കിൽ അതിനെ വിലയിരുത്താൻ കഴിഞ്ഞിട്ടോ അല്ല. കത്തോലിക്ക സഭയെ ആക്രമിക്കുന്ന ആളുകൾക്ക് ഒരു ആയുധം കിട്ടിയിരിക്കുകയാണ്, വട്ടോളി എന്ന ഒരു ആയുധം. അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടാകുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും എടുത്തിട്ട് ഞാൻ അതിന് മറുപടി നൽകുകയാണ്. അദ്ദേഹം കുറേ ഇടവകളുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, അവരുടെ അധ്വാനമായിരുന്നു, എന്ന നാട്ടിൽ അധ്വാനമായിരുന്നു, വിയർപ്പായിരുന്നു എൻ്റെ അന്നം. ആരുടെ വിയർപ്പിൻ്റെയും അധ്വാനത്തിന് പങ്കുപറ്റിയാണോ മെത്രാന്മാരടങ്ങിയ ഞങ്ങൾ പുരോഹിതവർഗം സുഭിക്ഷമായും സുരക്ഷിതമായും ജീവിക്കുന്നത്? ആ ജനത്തിന് ഒരു അവകാശവും ഒരു അധികാരവും ഈ വ്യവസ്ഥിതിയുടെ നിയമത്തിൽ ഇല്ല എന്നുള്ളത് ഞങ്ങൾ പുരോഹിത വർഗത്തെ ഒട്ടും തന്നെ അലോസരപ്പെടുത്തുന്നില്ല എന്നത് ലജ്ജാകരമാണ്. ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫിലോസഫി എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ജനാധിപത്യം ഒരു വാക്ക്, പ്രജാധിപത്യം എന്നാണ് മറ്റൊരു വാക്ക്, ഡെമോക്രസി. ഇപ്പം ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ കൊല്ലപ്പെട്ട വളരെ ഉത്തമ ക്രിസ്ത്യാനിയായ ചാർലി കിർക്ക്, അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഡെമോക്രസി എന്ന വാക്ക് അമേരിക്കയുടെ ഭരണഘടനയിലുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? അദ്ദേഹം ചോദിക്കുക, എന്തുകൊണ്ടില്ല? എന്താണ് ഡെമോക്രസി? അദ്ദേഹം ചോദിക്കുകയാണ്. കോളേജ് കുട്ടികളുള്ള സംവാദത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത്, എന്താണ് ഡെമോക്രസി? ഡെമോക്രസി എന്ന് പറയുന്നത് മെജോറിറ്റി എടുക്കുന്നൊരു തീരുമാനം. അത് സത്യമാകണമെന്നില്ല, നീതിയാകണമെന്നില്ല, സ്നേഹമുണ്ടാകണമെന്നില്ല, ന്യായമുണ്ടാകണമെന്നില്ല. മെജോറിറ്റി എടുക്കുന്നൊരു തീരുമാനം. മെജോറിറ്റി എടുത്ത തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് സത്യം തന്നെയായ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റ് കൊന്നത്. മെജോറിറ്റി, മൃഗീയ ഭൂരിപക്ഷത്തിനെതിരെ ന്യൂനപക്ഷത്തിൻ്റെ വിജയമായിരുന്നു ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത്. ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമായിരുന്നു വോക്സ് പോപ്പുളി, ഇല്ലേ? ജനശബ്ദം ദൈവഹിതമാണ് എന്ന് ചില മെത്രാന്മാരടക്കം പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വോക്സ് പോപ്പുളി എന്ന് പറഞ്ഞ ജനശബ്ദമാണ് സത്യമെങ്കിൽ യേശുക്രിസ്തു കൊല്ലപ്പെടില്ലായിരുന്നു. അപ്പോൾ മൃഗീയ ഭൂരിപക്ഷം സത്യത്തിൻ്റെ കൂടെ നിൽക്കണമെന്നില്ല, നീതിയുടെ കൂടെ നിൽക്കണമെന്നില്ല. അതൊരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനിൽ വൈകാരികമായിട്ടുള്ള സംഗതികളാണ്, ഇല്ലേ? എല്ലാം ശരിയാകുമെന്നൊരു മുദ്രാവാക്യം, എന്നിട്ട് എല്ലാം ശരിയായില്ലേ? ഇപ്പോൾ എല്ലാം ശരിയായില്ലേ? ഇന്ത്യ തിളങ്ങുന്നു എന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഇതുപോലെ ഓരോ മുദ്രാവാക്യങ്ങളും വൈകാരികമായിട്ടുള്ള സംഗതികൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ജനങ്ങൾ ഭൂരിപക്ഷവും ആ വൈകാരികമായിട്ട് തീരുമാനിക്കും. വൈകാരികമായിട്ട് ഇപ്പം കോവിഡ് കാലത്ത് എല്ലാ ദിവസവും ഒരു അപ്പാപ്പം വന്നിട്ട് അരി വാങ്ങിച്ചോ, ഇത് വാങ്ങിച്ചോ, പട്ടിക്ക് തീറ്റ കൊടുത്തോ, പൂച്ചയ്ക്ക് തീറ്റ കൊടുത്തോ എന്ന് ഒക്കെ വിചാരിച്ചപ്പോൾ ആ അപ്പാപ്പൻ്റെ വീട്ടിൽ നിന്നാണ് ഈ കിറ്റ് വരണമെന്നുള്ള മട്ടിൽ ആളുകൾ വോട്ട് ചെയ്തു. തെറ്റ് പറയാൻ പറ്റില്ല, ആളുകൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ ഈ വൈകാരികമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഭൂരിപക്ഷം പോകുക.
എന്തുകൊണ്ടാണ് നമുക്ക് പാർലമെന്റിൽ 2 സഭകൾ ഇല്ലേ? നമുക്ക് 2 സഭകളുണ്ട്, രാജ്യസഭയും ലോകസഭയും. ലോകസഭ നാട്ടുകാർ തിരഞ്ഞെടുക്കുന്നതാണ്. നാട്ടുകാരെ തിരഞ്ഞെടുക്കുന്നവർ പലപ്പോഴും വിഡ്ഢികളെ ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ളവരെയോ ആസൂത്രണം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കില്ല, വൈകാരികമായിട്ട് ജനങ്ങളെ ഇളക്കാൻ കഴിവുള്ളവരായിരിക്കും. പക്ഷെ അങ്ങനെ വന്നാൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ബുദ്ധിയുള്ളവർ വേണം ഭരണത്തിൽ. അതിനെന്ത് ചെയ്യണം? രാജ്യസഭയിൽ വരുന്ന പലരും ഇലക്ഷൻ ഒന്നും ജയിക്കില്ല. പണ്ട് നമ്മുടെ പ്രണവ് മുഖർജി, മൻമോഹൻ സിംഗ്, അവരൊക്കെ ഇലക്ഷൻ ഒന്നും ജയിക്കുന്ന ഒരു കാലഘട്ടം ഇല്ലായിരുന്നു. പിന്നീടാണ് അവർ വളരെ നല്ലവരാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നീട് ജയിക്കാൻ തുടങ്ങിയത്. പക്ഷെ അങ്ങനെയുള്ള ബുദ്ധിയുള്ളവരും നല്ലവരും രാജ്യസഭയിൽ ഇല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് പോകില്ല. അപ്പം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ, ഇപ്പം നമുക്ക് തന്നെ അറിയാം എന്തുമാത്രം ക്രിമിനൽസിനെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. നമ്മുടെ പാർലമെന്റേറിയൻസിനകത്ത് ക്രിമിനൽസ്, എന്തുമാത്രം ക്രിമിനൽസ്. എന്താണ് ക്രിമിനൽ എന്ന വാക്കിനർത്ഥം? നിയമങ്ങൾ ലംഘിക്കുന്നവർ അവരാണ് ക്രിമിനൽസ്, സഭയിലാണെങ്കിലും പുറത്താണെങ്കിലും. അങ്ങനെ ക്രിമിനൽസിനെ തിരഞ്ഞെടുക്കാനും നമുക്ക് വിരോധമില്ല. കാരണം എന്താണ്? മതവും ജാതിയും ഉപജാതിയും ഭാഷയും അങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് ഭൂരിപക്ഷത്തെ നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ കെ പി അപ്പൻ എന്ന് പറഞ്ഞ നമ്മുടെ സാഹിത്യ നിരൂപകൻ പറഞ്ഞിട്ടുണ്ട്, ഡെമോക്രസി ഈസ് നോട്ട് ദ ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ്, ഇറ്റ് മേ ബി ദ ലീസ്റ്റ് ഒബ്ജക്ഷണബിൾ. ഏറ്റവും നല്ല ഭരണമല്ല ജനാധിപത്യം അല്ലെങ്കിൽ പ്രജാധിപത്യം. കാരണം എന്താണ്? അതിന് ഈ പറഞ്ഞ ഭൂരിപക്ഷം എന്നുള്ള ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. ഭൂരിപക്ഷം നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ ഭൂരിപക്ഷം സത്യത്തിൻ്റെയോ നീതിയുടെയോ സ്നേഹത്തിൻ്റെയോ ന്യായത്തിൻ്റെ കൂടെ നിൽക്കണമെന്നില്ല. ഇപ്പം തന്നെ നമ്മൾ നോക്കിയാൽ ഈ എല്ലാ ദിവസവും അന്ത്യചർച്ചകളുണ്ട്. അന്ത്യചർച്ചകളിൽ വന്നിട്ട് ഇല്ലേ ആളുകൾ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും. ആ ഭൂരിപക്ഷം അല്ലേ അങ്ങനെ ചിന്തിക്കുന്ന അതാണോ വാസ്തവത്തിൽ സത്യം? അല്ല, അത് മാധ്യമങ്ങൾ വെച്ചിരിക്കുന്ന ഒരു അജണ്ടയാണ്. അപ്പം മാധ്യമങ്ങളുടെ അജണ്ടയാണ് പലപ്പോഴും വിജയിക്കുന്നത്, രാഷ്ട്രീയ കക്ഷികളുടെ അജണ്ടയാണ് വിജയിക്കുന്നത്, സത്യമല്ല. അതുകൊണ്ടാണ് ഈ ചാർലി കിർക്ക് പറഞ്ഞത്, പ്രജാധിപത്യം അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് അത്ര ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് അല്ല. കാരണം ഭൂരിപക്ഷം സത്യത്തിൻ്റെ കൂടെയല്ല നിൽക്കുക. അപ്പൊ സത്യം ജയിക്കേണ്ടതുണ്ട്, നീതി ജയിക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ജനാധിപത്യമാണ് ഏറ്റവും ബെസ്റ്റ്. ഈ സഭയിലെ സംവിധാനത്തിൽ ഈ ജനങ്ങൾക്ക് വോയിസ് ഇല്ല എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം. അതായത് നമുക്ക് ഭക്ഷണം തരുന്ന ജനങ്ങൾക്ക്, നമുക്ക് പൈസ തരുന്ന ജനങ്ങൾക്ക് വോയിസ് ഇല്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ അടക്കമുള്ള ആ സ്ഥലത്തും ഇതേ പ്രശ്നങ്ങളുണ്ട്. ഇനി ഈ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നം നിൽക്കട്ടെ. രണ്ടാമത് പറഞ്ഞൊരു കാര്യം എന്താണ്? അദ്ദേഹം പറയാണ്, അൽമായരുടെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലം മെത്രാന്മാർക്കും പുരോഹിതന്മാരും ഇങ്ങനെ അന്യായമായി ആസ്വദിക്കുന്നു, സുഭിക്ഷമായി സുരക്ഷിതമായി ജീവിക്കുന്നുള്ളതാണ്. ഇത് സഭയുടെ കൂടെ നിൽക്കുന്നവരും പറയുന്ന ഒരു ആർഗ്യുമെൻ്റാണ്. അതിനകത്തൊരു സത്യക്കേടുണ്ട്. ഞാൻ പുരോഹിതനായതുകൊണ്ട് മാത്രം പറയല്ല. നമുക്ക് ബൈബിളും വചനം നമുക്ക് ഏറ്റവും നോർമറ്റീവ്, നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ പെരുമാറ്റത്തെയും പ്രതികരണത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും തിരുവചനമാണ്. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഉത്തരങ്ങൾ പറയാം. അതായത് അൽമായരുടെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലം അന്യായമായി മെത്രാന്മാരും പുരോഹിതന്മാരും സ്വീകരിച്ച് സുഭിക്ഷമായി ജീവിക്കുന്നു, വേർക്കാതെ ജീവിക്കുന്നു, അധ്വാനിക്കാതെ ജീവിക്കുന്നു എന്ന ഒരു ആരോപണം സത്യവിശ്വാസികൾ പോലും പറയാറുണ്ട്. ഈ വട്ടോളിയച്ചനും വിമത വൈദികരും പറയുന്നു. അത് ശരിയാണോ? ശരിയല്ല. കാരണം 2 കൊരിന്തോസ് 8:12-13 ഞാൻ ആ വാചകം വായിക്കുകയാണ്. 2 കൊരിന്തോസ് നമ്മുടെ ബൈബിളിലുള്ളതാണ്, 8-ാമത്തെ അധ്യായം 12-13. എന്തെന്നാൽ ധർമ്മശേഖരത്തിൻ്റെ ഈ ദിവ്യ ശുശ്രൂഷ, വാക്കുകൾ നിങ്ങൾ കേൾക്കണേ, ധർമ്മശേഖരത്തിൻ്റെ ദിവ്യ ശുശ്രൂഷ, ദ ലിറ്റർജി ഓഫ് ദ കളക്ഷൻ ഓഫ് മണി, പണം കളക്ട് ചെയ്യുന്നത് ഒരു ദിവ്യ ശുശ്രൂഷ. ലിറ്റർജി എന്ന വാക്കാണ്, ലെയ്തുർഗോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ലെയ്തുർഗിയ. ധർമ്മശേഖരം, പണശേഖരം, അതായത് പണം ശേഖരിക്കുകയാണ് പൗലോസ്. അത് അങ്ങനെ പണം ശേഖരിക്കുന്നുണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത പ്രശ്നം മൂലം കൊരിന്തോസിൽ സഭയ്ക്കുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈ ലേഖനം പോലെ എഴുതുന്നത്. എന്നാൽ ധർമ്മശേഖരത്തിന്റെ ഈ ദിവ്യ ശുശ്രൂഷ അഥവാ ലിറ്റർജി വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുക മാത്രമല്ല, ദൈവത്തിന് നിരവധി സ്തോത്രമർപ്പിക്കാൻ കാരണവുമാകുന്നു. യെറൂസലേമിൽ ഒരു ക്ഷാമമുണ്ടായി മാതൃസഭയിൽ. അവരെയാണ് വിശുദ്ധരെന്ന് പറയണേ. അവർക്ക് ജീവിക്കാൻ പൈസയില്ല. അപ്പൊ ഗലാത്യ സഭയിലും കോരിന്തോസ് സഭയിലും റോമ സഭയിലും ഒക്കെ പണം പിരിക്കാനായിട്ട് പൗലോസ് തീരുമാനിച്ചു. അത് സൂനോദോസിന്റെ തീരുമാനം കൂടിയാണ്. യെറൂസലേം സൂനോദോസിന്റെ ഗലാത്യ ലേഖനം 2:10 അത് എഴുതിയിട്ടുണ്ട്. ഇല്ലേ, ദരിദ്രരെ ഓർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളൊന്ന്. അപ്പോൾ യെറൂസലേമിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ പൗലോസ് ലീഗ പണം കളക്ട് ചെയ്യാണ്. അത് ഒരു ലിറ്റർജിയാണ്, ദിവ്യ ശുശ്രൂഷയാണ്. അത് വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുക മാത്രമല്ല, ദൈവത്തിന് നിരവധി സ്തോത്രമർപ്പിക്കാൻ കാരണമാകുന്നു. അപ്പൊ നമ്മൾ കുർബാനയ്ക്കിടയിൽ പണമിടുമ്പോൾ
അത് വിശുദ്ധരെ സഹായിക്കലും അച്ഛന്മാരെ സഹായിക്കലും ദരിദ്രരെ സഹായിക്കലും മാത്രമൊന്നല്ല. പള്ളിയിലെ ലൈറ്റിനും ഫാനും പൈസ കൊടുക്കലും മാത്രമല്ല, ദൈവത്തിന് നിരവധി സ്തോത്രങ്ങൾ അർപ്പിക്കലാണ്. ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിച്ച നിങ്ങളുടെ അനുസരണം നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യം നിമിത്തവും നിങ്ങളുടെ ഈ സഹായത്താൽ തെളിയുന്ന സ്വഭാവ ഗുണം ഹേതുവായി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഈ പണം സ്വീകരിക്കുന്ന ദരിദ്രരുണ്ടല്ലോ, അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ വയറ് മാത്രമല്ല നിറയുന്നത്, അവര് നിങ്ങളെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിത്യകൂടാരങ്ങളിൽ സുഹൃത്തുക്കളെ നിങ്ങൾ നേടുകയാണ്. ഇത് കർത്താവിന്റെ വാക്കുകളാണ്. നിങ്ങൾ അധാർമിക സമ്പത്ത് കൊണ്ട് സ്നേഹിതന്മാരെ നേടുക. സമ്പത്ത് നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങൾ സ്വീകരിക്കും. ഇത് പൗലോസും അത് തന്നെ പറയണേ. അപ്പോൾ ഇനി ഇതിനുള്ളൊരു ന്യായം റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിശുദ്ധരെ സഹായിക്കേണ്ടതുണ്ട് എന്ന് പറയണേ. റോമാലേഖനം 15-ാം അധ്യായം 26-27 യെറൂസലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായ കുറിച്ച് സംഭാവന കൊടുക്കാൻ മക്കദോനിയയിലും അക്കായയിലും ഉള്ളവർ സന്മനസ് കാണിച്ചു. മക്കദോനിയ എന്ന് പറയുന്നത് ഗ്രീസിലെ സ്ഥലമാണ്, അക്കായ എന്ന് പറയുന്നത് ഗ്രീസിലെയാണ്. റോമാൻ സഭയ്ക്ക് പൗലോസ് എഴുതാണ് ഗ്രീസിലുള്ളവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അവരത് സന്തോഷത്തോടെയാണ് ചെയ്തത്. ഗ്രീസിലുള്ളവർ, അവർക്കതിന് കടപ്പാടുണ്ട്. ഗ്രീസിലുള്ളവർക്കും റോമായിലുള്ളവർക്കും യെറൂസലേമിലെ സഭയെ പണം കൊടുത്ത് സഹായിക്കാൻ കടപ്പാടുണ്ട്. എന്തെന്നാൽ അവരുടെ ആത്മീയ നന്മകളിൽ, യെറൂസലേമിലെ മാതൃസഭയുടെ ആത്മീയ നന്മകളിൽ വിജാതിർ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ, ഇഹലോകത്തെ നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അവർ കടപ്പെട്ടിരിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് ന്യായം മനസ്സിലായോ? അതായത് മെത്രാമാരും പുരോഹിതന്മാരും അധ്വാനിക്കുകയും വേർപ്പൊഴുക്കി പണം സമ്പാദിക്കുകയും ചെയ്യുന്ന അൽമാരുടെ പണം തട്ടിച്ചെടുത്ത് ജീവിക്കുകയല്ല. പൗലോസ് പറയാണ്, ഈ മാതൃസഭയിലെ സ്ലീഹന്മാര് അവരിൽ നിന്ന് ആത്മീയ നന്മ സ്വീകരിച്ചവരാണ്. റോമായിലുള്ളവരും ഗ്രീസിലുള്ളവരും മക്കദോനിയയിലും അക്കായിലുള്ളവർ ആത്മീയ നന്മകൾ സ്വീകരിച്ചില്ലേ? അപ്പൊ പകരമായിട്ട് ഭൗതികമായി സഹായം കൊടുക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഈ വിശ്വാസം, ക്രൈസ്തവ വിശ്വാസം നൽകിയില്ലേ? മതബോധനം നൽകിയില്ലേ? മൂല്യങ്ങൾ നൽകിയില്ലേ? യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ ഉൾച്ചേർത്തില്ലേ? അവനല്ലേ നമ്മൾ രക്ഷിക്കുന്നത്, രക്ഷ നൽകുന്നത്. അപ്പൊ ഏകസത്യ ദൈവത്തെ നമുക്ക് നൽകുകയും ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കുകയും ചെയ്ത് നാം ആത്മീയരാക്കിയതിൽ വലിയ പങ്കുണ്ട് മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും. അപ്പൊ ആത്മീയത നൽകിയവരെ ഭൗതികമായി സഹായിക്കുന്നുള്ളൊരു കടപ്പാടാണ്. അല്ലാതെ ഈ തട്ടിച്ചെടുത്ത് ഭക്ഷിച്ച് നടക്കുകയല്ല മെത്രാന്മാരും പുരോഹിതന്മാരും. നമ്മൾ വെറും ഭൗതിക ജീവികളാണ് എന്ന് കരുതുന്നെങ്കിൽ, അതാണ് കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ഫിലോസഫി. ഭൗതിക ജീവികളാണ്, ആത്മാവിലത്തെ മൃഗമാണ് എന്ന് കരുതുന്നെങ്കിൽ വട്ടോളി പറഞ്ഞത് ശരിയാണ്, വിമത വൈദികർ പറയുന്നത് ശരിയാണ്. അതല്ല, നമ്മൾ ശരീരമുള്ള ആത്മാവാണെങ്കിൽ, നമ്മുടെ ശരീരത്തിന് ഒരു ആത്മാവുണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ, ശരീരമുള്ള ആത്മാവാണ് നമ്മളെങ്കിൽ, ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്താണ്? ആത്മാവാണ്, ശരീരമാണോ? നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ചത് നമ്മുടെ അപ്പനമ്മയാണോ? അല്ലല്ലോ, ദൈവമല്ലേ. ഏത് ശാസ്ത്രീയമായിട്ടാണെങ്കിൽ പോലും സൃഷ്ടിക്കുന്നെങ്കിൽ ദൈവമാണ് ആത്മാവിനെ സൃഷ്ടിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച ആത്മാവിന് നമ്മുടെ അപ്പനോടും അമ്മയോടും ശരീരം കൊടുക്കാൻ പറയുകയായിരുന്നു. ദൈവം സൃഷ്ടിച്ച ആത്മാവിന് നമ്മുടെ അപ്പനമ്മയും ശരീരം കൊടുത്തപ്പോഴാണ് നമ്മളുണ്ടായത്. അപ്പോൾ ഇല്ലേ, ശരീരമുള്ള ആത്മാവാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ശരീരത്തിന് മാത്രം ഭക്ഷണം കൊടുത്താൽ മതിയോ? ആത്മാവിനും വേണ്ടേ? അപ്പോൾ ആത്മാവില്ലാത്ത വെറും മൃഗമാണ് നമ്മളെന്ന് പരിണാമ സിദ്ധാന്തവും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് ശരിയെങ്കിൽ വട്ടോളി പറയുന്നത് ശരിയാ. മറിച്ച് ശരീരവും ആത്മാവും ഉള്ളവരാണ് നമ്മളെങ്കിൽ ആത്മാവിനെ പോഷിപ്പിക്കുന്ന മെത്രാന്മാരെയും വൈദികരെയും ഭൗതികമായി സഹായിക്കുന്നത് കടപ്പാടാണ്. അല്ലാതെ ഈ വേർപ്പന്റെ ഫലമെടുത്തിട്ട് മെത്രന്മാരും അച്ഛന്മാരും തട്ടിച്ച് സുഭിക്ഷമായി ജീവിക്കുകയാണെന്ന് പറയരുത്. അത് സത്യവിശ്വാസികളും പറയരുത്. തിരുവചനത്തിനെതിരാകും. ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്നില്ല. റോമാലേഖനം 15, 26, 27, 2 കൊരിന്ത്യർ 8, 12, 13 നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മുടെ POC പരിഭാഷ മുഴുവൻ അത്ര നല്ല പരിഭാഷയായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഈ മൂലകൃതിയോട് ചേർന്ന് വരുന്ന തരത്തിൽ ഞാൻ തന്നെ പരിഭാഷ നടത്തുന്നത്. POC ഇപ്പോഴും പരിഷ്കരിച്ച പതിപ്പ് പോലും ഒരു പാരഫ്രൈസിങ് ആയിട്ടുള്ളൂ. ഏകദേശം സെൻസേ വരുന്നുള്ളൂ, കൃത്യം പരിഭാഷയായിട്ടില്ല. അപ്പോൾ വട്ടവളിയിൽ ഒന്നാമത്തെ പറഞ്ഞ ചോദ്യത്തിന് മറുപടി ആയിന്ന് ഞാൻ വിചാരിക്കണം. എന്തുകൊണ്ട് വൈദിക ഉത്തരവാദിത്തങ്ങൾ ഞാൻ പിൻവാങ്ങുന്നു എന്നതിൻ്റെ കാരണങ്ങൾ, എൻ്റെ ചോദ്യങ്ങൾ ഏവരുടെയും അറിവിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ ബലി അർപ്പിച്ചോ,
പ്രാർത്ഥിച്ചോ എന്നൊക്കെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ. അതിൽ ഓരോ ഭാഗം എടുത്തിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ ബലിയർപ്പിച്ചോ എന്നത് യേശുവിൻ്റെ മുൻഗണന ആയിരുന്നില്ല. ഇതാണ് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ പാരഗ്രാഫിൽ ആദ്യത്തെ കാരണങ്ങൾ 18 പാരഗ്രാഫിൽ ഒന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞ ആദ്യത്തെ വാചകം. നിങ്ങൾ ബലിയർപ്പിച്ചോ എന്നത് യേശുവിൻ്റെ മുൻഗണന ആയിരുന്നില്ലേ? വട്ടോളിച്ചോ ആയിരുന്നില്ലേ? നിങ്ങളോട് വിമത വൈദികരോട് ഞാൻ ചോദിക്കുക, ആയിരുന്നില്ലേ? ഇല്ലെങ്കിൽ എന്തിനാണ് യേശു ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്നത് ആവർത്തിച്ചത്? അതും പുതിയ ഉടമ്പടി എന്ന പ്രയോഗം കുർബാനയുമായി ബന്ധപ്പെടുത്തി അല്ലാതെ യേശുക്രിസ്തു ഉപയോഗിച്ചിട്ടില്ല. പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് കുർബാനയാണ്. ആ കുർബാന സ്ഥാപിക്കുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് കർത്താവ് യേശു മിശിഹയല്ലേ പറഞ്ഞത്? എന്താണ് ഓർമ്മയ്ക്കായിട്ട് ആക്കേണ്ടത്? കുർബാന സ്ഥാപിച്ചത് അന്ത്യത്താഴത്തിലാണ്. പക്ഷെ അന്ത്യത്താഴമല്ല ഓർക്കേണ്ടത്, മറിച്ച് കുരിശിലെ ബലിയാണ്. നിങ്ങൾ ഈ അപ്പം മുറിക്കുമ്പോഴും ഈ പാനപാത്രം കുടിക്കുമ്പോഴും അവൻ്റെ മരണം, അവൻ്റെ വീണ്ടും വരവ് വരെ പ്രഘോഷിക്കുകയാണ്. കർത്താവിൻ്റെ കുരിശിലെ ബലിയും അവൻ്റെ കബറടക്കവും അവൻ്റെ ഉത്ഥാനവും അവന് പ്രത്യാഗമനം വരെ പ്രഘോഷിക്കുന്നതാണ് വിശുദ്ധ ബലി. അത് ആവർത്തിക്കാൻ കർത്താവ് യേശു മിശിഹയല്ലേ പറഞ്ഞേ? അപ്പോൾ അത് യേശുവിൻ്റെ പരിഗണനയായിരുന്നില്ല എന്ന് വട്ടോളീസിന് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ ബലിയർപ്പിച്ചോ എന്നത് യേശുവിൻ്റെ മുൻഗണനയായിരുന്നില്ല എന്ന വട്ടോളിയച്ചന്റെ പ്രസ്താവന തീർത്തും വേദവിപരീതവും പാഷാണ്ഡതയും സഭാവിരുദ്ധവും കത്തോലിക്ക സഭയും മൊത്തം വെല്ലുവിളിക്കുന്നതുമാണ്. ഇത് മെത്രമാർ തിരിച്ചറിഞ്ഞാൽ അത്രയും നല്ലത്. വെറുതെ അല്ല വിമതർ കടത്ത് കഴിക്കുന്ന പോലെ മൂത്തപ്പരുടെ മുമ്പിലൊക്കെ കുർബാന അർപ്പിക്കാൻ അവർക്ക് ഒരു മടിയില്ലാത്തത്, കുർബാനയെ ആഭിചാരമാക്കാനായിട്ട് മടിയില്ലാത്തത്, കുർബാന അർപ്പിക്കുന്ന അച്ഛനെ തല്ലിക്കൊല്ലാനോ ഉന്തി തള്ളാനോ ഒക്കെ മടിയില്ലാത്തത്, കുർബാന അർപ്പിക്കുന്ന സ്ഥലത്ത് ഈ പിഴച്ച സ്ത്രീകളെ കയറ്റിയിരുത്തി സമരം ചെയ്യാനായിട്ട് അവർക്ക് മടിയില്ലാത്തതിന് കാരണം നിങ്ങൾ ബലിയർപ്പിച്ചോ എന്ന് യേശു ചോദിക്കില്ല അത്രേ. പിന്നെ എന്തിനാണ് യേശു ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് ആവർത്തിച്ചത്? ഒരു പ്രാവശ്യമല്ല പറഞ്ഞ കർത്താവ്, പല പ്രാവശ്യം. ലൂക്കാട് സുവിശേഷം വായിച്ചു വയ്ക്കുക, 22-ാം അധ്യായം, 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം, മർക്കോസ് 14-ാം അധ്യായം, മത്തായി 26-ാം അധ്യായം ഒക്കെ വായിച്ചു നോക്കൂ. ഇതൊക്കെ ബൈബിളിലുണ്ട്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങനെ ചെയ്യാതെ ചെയ്യാതെ ഇരിക്കുന്നവരാണ് പെന്തക്കോസ്തക്കാർ, ദൈവസഭക്കാർ, അങ്ങനെയുള്ളവരൊക്കെ. വട്ടോളിക്ക് അവരുടെ അത്ര പോലും വിവരമില്ല. അവരിപ്പോൾ ബണ്ണും കള്ളും വെച്ചിട്ടൊക്കെ ചില ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അത് കുർബാനയാകുന്നില്ലെങ്കിൽ പോലും നമ്മളെ, അതായത് ഇതെന്താ ചെയ്യാത്തത് ചോദിക്കുന്നവർക്ക് മറുപടിയായിട്ട് അവർ കടയിൽ നിന്ന് ബണ്ണ് വാങ്ങിച്ചിട്ടും ജ്യൂസോ കള്ളോ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കേൾക്കണേ. ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെയുണ്ട്. അത്ര പോലും വിവരം വട്ടോളിക്കോ വിമത വൈദികർക്കോ ഇല്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ഇത്, നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്നത് യേശുവിൻ്റെ മുൻഗണന ആയിരുന്നില്ല. ആണോ? എന്തൊരു മണ്ടത്തര വട്ടോളിച്ച ഈ പറയണേ. വിമത വൈദികരെ, നിങ്ങൾ ഇദ്ദേഹത്തെയല്ലേ നിങ്ങളുടെ ഒരു പ്രസംഗത്തിനെല്ലാം കൊണ്ടുവന്നിരുന്നത്? ലൂക്ക 18:1 കർത്താവ് യേശു മിശിഹ പറയുന്ന സംഗതിയാണ്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമാക്കാൻ അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. എന്നിട്ടാണ് ഈ ദൈവത്തെ ഭയപ്പെടാത്ത ന്യായാധിപനെ മുട്ടുകുത്തിച്ച വിധവയുടെ കഥ പറയണേ. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമാക്കാൻ യേശു ഒരു ഉപമ പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്നത് യേശുവിൻ്റെ മുൻഗണന ആയിരുന്നില്ലെന്ന് എന്നിട്ട് വട്ടോളിയച്ചൻ്റെ വക. പൗലോസ്ലീഗ എഫെസോസിലെ സഭയ്ക്ക് നൽകിയ ഉപദേശം ഞാൻ ആവർത്തിക്കുക. സകല 6:18 എഫെസോസിലെ സഭയ്ക്ക് എന്ന് പറഞ്ഞാൽ 1 തിമോത്തിയോസ് 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും എഫെസോസുകാർക്കുള്ള ലേഖനത്തിൽ 6:18-20 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരണം പാലിച്ചുകൊണ്ടും സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരണം പാലിച്ചുകൊണ്ടും സകല വിശുദ്ധർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്നത് യേശുവിൻ്റെ മുൻഗണനയല്ലേ? ഏത് നേരത്തും പ്രാർത്ഥിക്കാനായിട്ട് പൗലോസ് പറയുന്നതിന് കാരണം എന്താണ്? നമ്മുടെ ആത്മീയ പോരാട്ടം ജയിക്കണമെങ്കിൽ സദാ പ്രാർത്ഥിക്കണമെന്നാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 26:33 28:42 ഇത് ആവർത്തിച്ചിട്ടുണ്ട്. അതായത് ദൈവത്തെ എതിർക്കുന്നതിൽ പിശാചിന് മടുപ്പില്ലാത്തതിനാൽ ഈ പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ നാം സദാസമയം പ്രാർത്ഥിക്കണമെന്ന് എത്ര പ്രാവശ്യമാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് പറയുക നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് യേശു ചോദിക്കില്ല അത്രേ.
വട്ടവളിച്ചൻ്റെ ബൈബിൾ വല്ലതും വായിച്ചിട്ടുണ്ടാവോ? ഏത് ഭാഷയിലാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? ദൈവശാസ്ത്രപരമായ പ്രാർത്ഥന ഉള്ളടക്കം ഭാഷ എന്നിവ കൃത്യമായിരുന്നോ എന്നുള്ളതൊന്നും യേശുവിൻ്റെ മുൻഗണനകളായിരുന്നില്ല. ആയിരുന്നു. ഈ ദൈവശാസ്ത്രപരം, ഞാൻ ഏത് ഭാഷ എന്നുള്ള കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ദൈവശാസ്ത്രപരമായ പ്രാർത്ഥന ഉള്ളടക്കം ഭാഷ എന്നിവ കൃത്യമായിരുന്നോ എന്നുള്ളത് യേശുവിൻ്റെ മുൻഗണനയായിരുന്നു. ഒരു തെളിവ് ഞാൻ പറയാം. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ കൽപ്പനയാൽ എന്നെ ഭരമേൽപ്പിച്ച സുവിശേഷ പ്രഘോഷണത്താൽ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തിയ വ്യാജമില്ലാത്ത ദൈവം സകല യുഗങ്ങൾക്ക് മുമ്പേ വാഗ്ദാനം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശയിൽ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിശ്വാസത്തിനും ദൈവഭക്തിക്കും ചേർന്ന സത്യത്തിന്റെ പരിജ്ഞാനത്തിന് വേണ്ടി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തു അപ്പോസ്തലനായ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത് എന്തൊക്കെയാ പറയണേ? തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിശ്വാസത്തിനും ദൈവഭക്തിക്കും ചേർന്ന സത്യത്തിന്റെ പരിജ്ഞാനത്തിന് വേണ്ടി. ദൈവശാസ്ത്രപരമായി കറക്റ്റ് ആയിരിക്കണം. ഏതിന്? വിശ്വാസത്തിനും ദൈവഭക്തിക്കും ചേർന്ന സത്യത്തിന്റെ പരിജ്ഞാനത്തിന് വേണ്ടിയാണ് ഞാൻ ദൈവത്തിന്റെ ദാസനായിരിക്കുന്നത്, യേശുക്രിസ്തു അപ്പോസ്തലനായിരിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നത്. വട്ടോളി പുരോഹിതനായിരിക്കുന്നതും ഇതിനു വേണ്ടിയായിരുന്നു. തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർ വിശ്വാസത്തിനും ദൈവഭക്തിക്കും ചേർന്ന സത്യത്തിന്റെ പരിജ്ഞാനത്തിന് വേണ്ടി. അപ്പോൾ ദൈവശാസ്ത്രപരമായ പ്രാർത്ഥന ഉള്ളടക്കം ഭാഷ ശരിയായിരിക്കണമെന്നല്ലേ പൗലോസ് പറയണേ? പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് പൊതുവിശ്വാസം, സഭയുടെ പൊതുവിശ്വാസത്തിൽ പങ്കാളികളാണ് പൗലോസും തീത്തോസും. അങ്ങനെ പൗലോസിന്റെ വിശ്വാസത്തിൽ യഥാർത്ഥ പങ്കാളിയായതുകൊണ്ടാണ് നിജപുത്രൻ, ഉത്തമപുത്രൻ എന്ന് തീത്തോസിനെ വിളിക്കണേ. സത്യമായും എൻ്റെ പുത്രൻ, യഥാർത്ഥ പുത്രൻ എന്നാ പറയണേ. പൗലോസ് കല്യാണം കഴിച്ചിട്ട് ഉണ്ടായ കുട്ടിയല്ല. വിശ്വാസത്തിൽ തീത്തോസിൽ ജനിപ്പിച്ചത് പൗലോസാണ്. അപ്പൊ എൻ്റെ നിജപുത്രൻ, എൻ്റെ ഉത്തമപുത്രൻ, ഞാൻ അവൻ്റെ ഉത്തമ പിതാവ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവ് എന്ന് വിളിക്കരുത് പറഞ്ഞിട്ട് പൗലോസ് പറയാണ് നിങ്ങൾക്ക് ഞാനാണ് പിതാവ് എന്ന് പറയുന്നുണ്ട്. ഗോർദോസാരോടും പറയുന്നുണ്ട്. ഇവിടെ പറയാണ് ഇവൻ എൻ്റെ നിജപുത്രനാണ്. നിജപുത്രൻ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൂ സൺ, ഉത്തമപുത്രൻ എന്ന് ചിലപ്പോൾ തർജ്ജമ ചെയ്യും. യഥാർത്ഥ പുത്രൻ എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ എനിക്ക് ഭാര്യയിലുണ്ടായ മകനെന്നല്ല, വിശ്വാസത്തിൽ ഞാൻ ജനിപ്പിച്ചവൻ. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമാണ്. കാരണം എന്താ? ഒരു പൊതുവിശ്വാസത്തിൽ പങ്കാളികളാണ് ഞങ്ങൾ. തീർന്നില്ല. എന്നിട്ട് പറയാണ്, ഇനിയും ശേഷിക്കുന്ന കാര്യങ്ങൾ നീ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും പുരോഹിതന്മാരെ നിയമിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ക്രേത്തയിൽ വിട്ടിട്ട് പോകുന്നത്. രണ്ടുപേരും കൂടി അവിടെ സുവിശേഷം പ്രഘോഷിക്കാൻ പോയി. എന്നിട്ട് ക്രേത്തയിൽ മെത്രാനായി തീത്തോസിനെ വാഴിച്ചു. എന്തിനെന്നറിയോ? ഇനിയും ശേഷിക്കുന്ന കാര്യങ്ങൾ ക്രമത്തിലാക്കാൻ സഭയുടെ കാര്യങ്ങൾ, അതായത് ദൈവശാസ്ത്രവും പ്രാർത്ഥനയും ലിറ്റർജിയും സഭാഘടനയും ക്രമത്തിലാക്കാൻ ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതിൽ പട്ടണം തോറും പുരോഹിതന്മാരെ നിയമിക്കുക. പുരോഹിതന്മാരെ എന്തിനാ നിയമിക്കുന്നത്? ഈ പറഞ്ഞ കാര്യത്തിനാ. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശ്വാസം, ദൈവഭക്തിക്ക് ചേർന്ന സത്യത്തിന്റെ പരിജ്ഞാനം. ഈ ക്രേത്ത പറഞ്ഞ ദ്വീപിലെ മെത്രാനായിരുന്നു പറഞ്ഞല്ലോ തീത്തോസ്. ക്രേത്തനൈസ് എന്നൊരു പ്രയോഗമുണ്ട്. ക്രേത്തനൈസ് നുണ പറയുക, ചതിക്കുക, വഞ്ചിക്കുക എന്നൊക്കെയാണ് അതിന് ഗ്രീക്ക് ഭാഷയിൽ അർത്ഥം. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഈ ക്രേത്തയിൽ ഒരുപാട് വ്യാജ പ്രബോധകരുണ്ടായിരുന്നു. അവർ ചതിയും വഞ്ചനയും നുണ പറയലുമാണ്. ഇപ്പം നമ്മൾ വിമത വൈദികർ ചെയ്യുന്ന പോലെയും മുന്നേറ്റക്കാർ ചെയ്യുന്നത് പോലെയും. അതുകൊണ്ട് തീത്തോസിന് എഴുതുകയാണ് 1-ാമത്തെ അധ്യായം 10-12 വാക്യങ്ങളിൽ, എന്തെന്നാൽ വൃഥാ വാചാലന്മാരും, വട്ടോളി അങ്ങനെ പെടും, മനോവഞ്ചകന്മാരും വട്ടോളി അതിൽ പെടും, ഒന്നിനും വഴങ്ങാത്തവരും വിമത വൈദ്യരും വട്ടോളി അതിൽ പെടും, പലരും അവിടെയുണ്ട്. വിശേഷിച്ച് പരിച്ഛേദനക്കാര്. അവരുടെ വായ് അടയ്ക്കേണ്ടതാണ്. നീചമായ ലാഭത്തെ ഉന്നം വെച്ചുകൊണ്ട് അരുതാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മുഖേന കുടുംബങ്ങൾ ഒന്നാകെ അവർ തകിടം മറിക്കുന്നു. ക്രേത്തയിലെ ആളുകൾ സർവ്വതാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരുമാണ് എന്നത്രേ അവരിൽ ഒരുവൻ, അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. വിദ്വാൻ എന്നതിന് പ്രവാചകൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രൊഫത്തേസ്. പക്ഷെ അത് പൗലോസ് അദ്ദേഹത്തെ പ്രവാചകനെ കാണുന്നില്ല. ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ട് ജീവിച്ച എപ്പിമെനീദസ് എന്ന് പറഞ്ഞൊരു കവിയാണ് ക്രേത്തയിലെ നിവാസികൾ പെരുവയറന്മാരാണെന്ന് പറഞ്ഞത്. ക്രേത്തയിലെ ആളുകൾ, ക്രേത്തയിലെ മെത്രാനാണ് തീത്തോസ്, പക്ഷെ ക്രേത്തയിലെ ആളുകൾ പെരുവയറന്മാര്, അതായത് വലിയ വയറന്മാരാണെന്ന് BC 6-ാം ശതകത്തിൽ എപ്പിമെനീദസ് എന്ന് പറഞ്ഞൊരു കവി പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ കോട്ട് ചെയ്തിരിക്കുക പൗലോസ്. വാസ്തവത്തിൽ എന്താ കാര്യം എന്നറിയോ? ഈ പെരുവയറന്മാർ എന്ന് വെച്ചാൽ തീറ്റപ്രിയന്മാർ അർത്ഥത്തിലല്ല. അവർ തല ഉപയോഗിക്കില്ല, വയറാണ് ഉപയോഗിക്കുക.
എല്ലാത്തിനും വയറാണ്. വട്ടോളിച്ചൻ പറഞ്ഞില്ലേ, ഈ അൽമായരുടെ വേർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലം ഞങ്ങൾ വയറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. തല ഉപയോഗിക്കില്ല, ആത്മാവ് ഉപയോഗിക്കില്ല. അതുകൊണ്ട് അവരെക്കുറിച്ച് പൗലോസ് എന്താ പറയണത്? വൃഥാ വാചാലന്മാരും മനോവഞ്ചകരുമായി ഒന്നിനും വഴങ്ങാത്തവരായ പലരും അവിടെയുണ്ട്. അവരുടെ വായ് അടയ്ക്കേണ്ടതാണ്. നീചമായ ലാഭത്തെ ഉന്നം വെച്ചുകൊണ്ട് അരുതാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മുഖേന കുടുംബങ്ങൾ മാത്രമല്ല, ഗൃഹസഭകള്, ഇപ്പോഴത്തെ ഇടവക എന്ന് പറയാം, കുടുംബങ്ങളെ ഒന്നാകെ ഒരു തകിടം മറിക്കുന്നു. ഇതിലത്തെ ഓരോ കാര്യങ്ങളും ഇപ്പോഴത്തെ വിമത വൈദികർക്ക് ചേരും, അൽമായി മുന്നേറ്റക്കാർക്ക് ചേരും. ക്രേത്തയിലെ ആളുകൾ സർവ്വതാ അസത്യവാദികളും, ക്രേത്തയിലിന് പകരം എറണാകുളം അങ്കമാലിയിലെ ആളുകൾ അൽമായി മുന്നേറ്റക്കാർ സർവ്വതാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരുമാണത്രേ എന്നാണ് അവരിൽ ഒരുവൻ, വട്ടോളി തന്നെ, ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പാരഫ്രൈസ് ചെയ്യാം. കാരണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ചുരുക്കത്തിൽ ദൈവശാസ്ത്രപരമായി ശരിയായ സംഗതികൾ വേണം, നീ ക്രമപ്പെടുത്തണം. അതിനെ ലംഘിക്കുന്ന കുറെ പേര് അവിടെയുണ്ട്, പെരുവയറന്മാര്. അവരുടെ വായ അടയ്ക്കണമെന്നല്ലേ ക്രേത്തയിലെ മെത്രാനോട് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും ക്രേത്തയിലെ മെത്രാനായി പൗലോസ് വാഴിച്ച ഈ തീത്തോസിനോട് പിന്നെയും പറയാണ്, 2-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെ. അല്ല, ഞാൻ കുറച്ച് വായിക്കുന്നുള്ളൂ. എന്നാൽ നീ സാരഗർഭമായ പ്രബോധനത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. സാരഗർഭമായ പ്രബോധനം എങ്ങനെ, അതിനെന്താ പറയുക? ഹുഗി അയനോ ഡിഡാസ്കാലിയ എന്നാണ് ഗ്രീക്ക്. സാരഗർഭമായ പ്രബോധനം, അത് അത്ര പരിഭാഷ പോരാ. ഹുഗി അയനോ ഡിഡാസ്കാലിയ എന്ന് പറഞ്ഞാൽ സൗണ്ട് ഡോക്ട്രിൻ എന്നാണ്. ക്രൈസ്തവ വിശ്വാസത്തിന് ചേരുന്ന ഭദ്രമായ ഡോക്ട്രിൻ, സിദ്ധാന്തം. ക്രൈസ്തവ വിശ്വാസത്തിന് ചേരുന്ന സിദ്ധാന്തം, ക്രൈസ്തവ സിദ്ധാന്തമാണ് നീ പ്രസ്താവിക്കാവൂ. അപ്പൊ ദൈവശാസ്ത്രം കറക്റ്റ് ആകണമെന്നല്ലേ പൗലോസ് പറയണേ മെത്രാനോട്. എന്നാൽ നീ സാരഗർഭമായി പ്രബോധനം ചേരുന്നത് മാത്രം പ്രസ്താവിക്കുക. പ്രായം ചെന്ന പുരുഷന്മാർ മിതത്വം പാലിക്കുന്നവരും ഗൗരവബുദ്ധികളും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനചര്യത്തിലും ആരോഗ്യമുള്ളവർ, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. പ്രബോധനം സത്യനിഷ്ഠയും ഗൗരവബോധവും ആക്ഷേപത്തിന് ഇട നൽകാത്ത സമഗ്ര വചനം, സൗണ്ട് വേർഡ്. 3 കാര്യങ്ങളാണ് പറഞ്ഞേ: സൗണ്ട് ഡോക്ട്രിൻ, സൗണ്ട് ഫെയ്ത്ത്, സൗണ്ട് വേർഡ്. അതായത് ഭദ്രമായ പ്രബോധനം, ക്രിസ്തീയ സിദ്ധാന്തം, ഭദ്രമായ വിശ്വാസം, സമഗ്രമായ വചനം അല്ലെങ്കിൽ സമഗ്ര വചനം. എന്ന് വെച്ചാൽ സത്യവിശ്വാസത്തിന് ചേരാത്ത ക്രൈസ്തവ സിദ്ധാന്തം പഠിപ്പിക്കുന്നവർ ക്രേത്തയിലുണ്ട്. അത് പാടില്ല, ദൈവശാസ്ത്രപരമായി തെറ്റാണ്. അതുകൊണ്ട് ദൈവശാസ്ത്രപരമായി നീ കറക്റ്റ് ചെയ്യണമെന്ന് പൗലോസ് ലീഗ ക്രേത്തയിലെ മെത്രാൻ എഴുതിയിരിക്കുകയാണ്, തീത്തോസിന് എഴുതിയിരിക്കുക. നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടത്, തീത്തോസ് 2-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെ. എന്നാൽ നീ സാരഗർഭമായ പ്രബോധനത്തിന് ചേരുന്നത് മാത്രം പ്രസ്താവിക്കുക. പ്രായം ചെന്ന പുരുഷന്മാർ മിതത്വം പാലിക്കുന്നവരും ഗൗരവബുദ്ധികളും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനശീലത്തിലും, വിശ്വാസം, സ്നേഹം, പ്രത്യാശയുടെ പ്രായോഗിക രൂപമാണ് സഹനശീലം, ആരോഗ്യമുള്ളവർ, സൗണ്ട് ഫെയ്ത്ത് എന്നാണ് പറയണേ. ആരോഗ്യമുള്ള വിശ്വാസം. ഈ വട്ടോളിയത്തിൻ്റെത് ആരോഗ്യമുള്ള വിശ്വാസമല്ല, രോഗഗ്രസ്തമായ വിശ്വാസമാണ്. വിമത വൈദികരുടേത് രോഗഗ്രസ്തമായ വിശ്വാസമാണ്. അത് തിരുത്തണം, അവർ വായ അടയ്ക്കണമെന്നാണ് ക്രേത്തയിലെ മെത്രാനായ തീത്തോസിനോട് പൗലോസിലേക്ക് പറയണേ. സമഗ്ര വചനം കൊടുക്കണം. വചനം ഇങ്ങനെ മുറിച്ച് കൊടുക്കാൻ പാടില്ല, സമഗ്രമായ വചനം കൊടുക്കണം. ഇക്കാര്യം എഫേസുസിലെ മെത്രാനായി നിയമിക്കപ്പെട്ട തിമോഥെയോസിനോട് പൗലോസ് പറയുന്നുണ്ട്. 1 തിമോഥെയോസ് 1:10. അവിടെ സത്യപ്രബോധനം എന്നാണ് പറയണേ. ഹുഗി ഐനോ ഡിഡസ്കാലി എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ സത്യപ്രബോധനം, ഇവിടെ നമ്മൾ സാരഗർഭമായി പ്രബോധനം എന്ന് പറയുന്നതും അവിടെ സത്യപ്രബോധനം എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെ. ജ്ഞാനവും വകതിരിവും യുക്തിയോട് ചേർന്ന് പോകുന്നതുമായ ക്രിസ്തീയ സിദ്ധാന്തമാണ് സത്യപ്രബോധനം. ദൈവശാസ്ത്രപരമായി ജ്ഞാനവും വകതിരിവും അതേസമയം യുക്തിയോട് ചേർന്ന് പോകുന്നതും. വിശ്വാസം യുക്തിയും എതിരല്ല, രണ്ട് ചിറകുകളാണ്. സത്യത്തിലേക്ക് പറക്കേണ്ട 2 ചിറകുകളാണ് യുക്തിയും വിശ്വാസവും. അവ പരസ്പരം എതിരല്ല. അതിസ്വാഭാവികമാണെങ്കിലും മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതും ധാർമ്മികമായി സത്യവുമാണ് സാരഗർഭമായ വചനങ്ങൾ, ആരോഗ്യമുള്ള വിശ്വാസം, പഥ്യവചനം എന്നിങ്ങനെ. ഇതൊക്കെ ഒരേ തരത്തിലാണ്. സൗണ്ട് ഡോക്ട്രിൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. സൗണ്ട് ഫെയ്ത്ത്, സൗണ്ട് വേർഡ്, ഇതെല്ലാം നൽകാനാണ് മെത്രാന്മാരും പുരോഹിതന്മാരും. അപ്പൊ ദൈവശാസ്ത്രപരമായി കറക്റ്റ് ആയിരിക്കണമെന്നല്ലേ പൗലോസ് ലീഗ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അത് പറ്റില്ല, അത് വേണ്ടെന്ന് പറയാനായിട്ട് എങ്ങനെയാണ് വട്ടോളീച്ചിന് കഴിയുക? ഞാൻ ഈ പറഞ്ഞതൊക്കെ തിരുവചനങ്ങളല്ലേ.
ഇത് വട്ടോളിച്ചും വിശ്വസിക്കുന്നുണ്ടോ തിരുവചനമാണെന്ന്? എന്തിനാണ് വൈദികര്, എന്തിനാണ് മെത്രാന്മാര്, എന്തിനാണ് പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നത്? പ്രാർത്ഥനയുടെ വിശ്വാസം, ദൈവശാസ്ത്രം, അത് സത്യമായിരിക്കുന്ന ആവശ്യകത, ഇതാണ് സത്യത്തിന്റെ പരിജ്ഞാനം എന്നുള്ള വാക്കിന് പോലും അർത്ഥം. ഇവയെല്ലാം യേശുവിന്റെ മുൻഗണന ആയിരുന്നെന്നല്ലേ പൗലോസ് ലീഗ ഈ പഠിപ്പിക്കുന്നതിലൂടെ, ബൈബിളിലെ തിരുവചനത്തെ പഠിപ്പിക്കുന്നതിലൂടെ വ്യക്തമാക്കുന്നത്. ഞാൻ പറഞ്ഞു ഭാഷയെക്കുറിച്ച് പറയാമെന്ന് ഞാൻ പറഞ്ഞു, അതിലേക്ക് വരികയാണ്. ആരാധനക്രമം അനുസരിച്ച് തന്നെയാണോ ആ പ്രാർത്ഥനകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ സിനഗോഗിൽ മുടങ്ങാതെ പോകുന്നുണ്ടോ, പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് ഇപ്പോൾ വായിക്കണം എന്നത് യേശുവിന്റെ മുൻഗണന ആയിരുന്നില്ലേ വട്ടോളിയച്ചോ? ഞാനൊരു 2-3 തിരുവചനങ്ങൾ ചോദിക്കട്ടെ. ലൂക്ക 4:15-16. അവൻ യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ താൻ വളർന്ന നസ്രത്തിൽ വന്നപ്പോൾ സാബത്തിൽ തന്റെ പതിവ് പോലെ സിനഗോഗിൽ ചെന്ന് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. അവൻ വളർന്ന നസ്രത്തിൽ, യേശു വളർന്ന നസ്രത്തിൽ വന്നപ്പോൾ സാബത്തിൽ തന്റെ പതിവ് പോലെ സിനഗോഗിൽ. യേശുവിന്റെ പതിവായിരുന്നു എല്ലാ സാബത്തിലും സിനഗോഗിൽ പോകുക. അപ്പോൾ നിങ്ങൾ സിനഗോഗിൽ മുടങ്ങാതെ പോകുന്നുണ്ടോ എന്നത് യേശുവിന്റെ മുൻഗണന ആയിരുന്നില്ല എന്ന് വട്ടോളിച്ചൻ എങ്ങനെ പറയാൻ പറ്റും? പതിവ് പോലെ അവൻ സിനഗോഗിൽ പോയി, സാബത്തിൽ സിനഗോഗിൽ പോയി എന്നാണ് ലൂക്ക 4:16. എന്നിട്ട് സിനഗോഗിൽ മുടങ്ങാതെ പോകുന്നുണ്ടോ എന്നത് യേശുവിന്റെ മുൻഗണന ആയിരുന്നില്ലെന്ന് വട്ടോളിയച്ചൻ ഏത് ദൈവശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്? വട്ടോളിച്ചന് യേശു ക്രിസ്തുവിലോ ദൈവത്തിലോ വിശ്വാസമില്ല. അദ്ദേഹം പൗരോഹിത്യം ഉപേക്ഷിച്ച് പോകുകയാണ് വേണ്ടത്. ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചു എന്നതിനുള്ള ഉത്തരവും അവിടെയുണ്ട്. അന്ന് പതിവ് പോലെ സാബത്തിൽ കർത്താവ് പോയി. എല്ലാ സാബത്തിലും കർത്താവ് സാബത്തിൽ പോകാറുണ്ട്, സിനഗോഗിൽ പോകാറുണ്ട് എല്ലാ സാബത്തിലും. അന്ന് പോയി. അന്ന് രണ്ടാമത്തെ വായന വായിക്കാനായിട്ട് യേശുവാണ് ക്ഷണിക്കപ്പെട്ടത്. സിനഗോഗിന്റെ അധ്യക്ഷൻ യേശുവിനെ വിളിച്ചു. അപ്പൊ യേശുവിന് പരിചയം ഉണ്ടെന്നർത്ഥം. അവൻ എല്ലാ സാബത്തിലും സിനഗോഗിൽ പോയിരുന്നു. രണ്ടാമത്തെ വായന യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നാണ്. അത് വായിച്ചത് ഏത് ഭാഷയിലാണ്? ഹീബ്രു ഭാഷയിൽ. അന്നത്തെ സാധാരണക്കാർക്ക് ഹീബ്രു ഭാഷ അറിയാമായിരുന്നോ? ഇല്ല. അപ്പൊ യേശു വായിച്ചത് ഹീബ്രു ഭാഷയിൽ, വ്യാഖ്യാനം കൊടുത്തത് സുറിയാനിയുമായിട്ട് ബന്ധമുള്ള അരാമ്യ ഭാഷയിൽ. അതിനാണ് താർഗും എന്ന് പറയണേ. ഹീബ്രു ഭാഷയിലുള്ള വചനം വായിച്ചിട്ട് അതിന് അരാമിയ ഭാഷയിലോ സുറിയാനി ഭാഷയിലോ വ്യാഖ്യാനം കൊടുക്കുന്നതിനാണ് താർഗം എന്ന് പറയണേ. യേശു അവിടെ വ്യാഖ്യാനം കൊടുത്തത് അരാമിയ ഭാഷയിൽ. സാധാരണക്കാർക്ക് ഹീബ്രു അറിയില്ല. അതുകൊണ്ട് കർത്താവിന് അറിയാം. കർത്താവ് ഹീബ്രു ഭാഷയിൽ വചനം വായിച്ചു, എന്നിട്ട് അരാമിയ ഭാഷയിൽ, സുറിയാനിയുടെ ബന്ധമുള്ള അരാമിയ ഭാഷയിൽ വ്യാഖ്യാനം കൊടുത്തു, താർഗം കൊടുത്തു. അപ്പോൾ എന്തുകൊണ്ട് യേശു സാധാരണക്കാരുടെ അന്നത്തെ ഭാഷയായ അരാമിയ ഭാഷയിൽ വചനം വായിച്ചില്ല? എന്തുകൊണ്ട് ഹീബ്രു വായിച്ചു? ഹീബ്രു ഭാഷയാണ് വേദഭാഷ. യേശുവിന്റെ വേദഭാഷ ഹീബ്രു ആണ്. അതുകൊണ്ട് യേശു ഹീബ്രു ഭാഷ തന്നെ വേദം വായിച്ചു. സാധാരണക്കാർക്ക് അത് അറിയില്ല. 1962 വരെ നമ്മുടെ നാട്ടിൽ സുറിയാനിലാണ് കുർബാന. സുറിയാനി സാധാരണക്കാർക്ക് അറിയില്ല. അച്ഛന്മാർക്കും മെത്രന്മാർക്കും അറിയാമായിരുന്നു. അവർ പ്രസംഗം മലയാളത്തിൽ പറഞ്ഞു, ആ വ്യാഖ്യാനം. ഇങ്ങനെയായിരുന്നു പണ്ടും. യേശു ക്രിസ്തു അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു സംസാരിച്ച അരാമ്യ ഭാഷയും സുറിയാനി ഭാഷയും വേദഭാഷയാണ്. യേശുവിന് ഹീബ്രു ആയിരുന്നെങ്കിൽ. പിന്നെ ഗ്രീക്ക് നമുക്ക് വേദഭാഷയാണ്. ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. അപ്പോൾ ഹീബ്രു, അരാമിയ, സുറിയാനി, പിന്നെ ഗ്രീക്ക്, പിന്നെ വുൾഗാത്ത ബൈബിളാണ് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ബൈബിളെ സ്വീകരിച്ചത്, ലത്തീൻ. അപ്പോൾ ലത്തീൻ ഭാഷ, ഇതൊക്കെ വിശുദ്ധ ഭാഷകളാണ്. ഹിന്ദുക്കൾക്ക് സംസ്കൃതം വിശുദ്ധ ഭാഷയായിരിക്കുന്ന പോലെ, മുസ്ലിംസിന് അറബി വിശുദ്ധ ഭാഷയായിരിക്കുന്ന പോലെ നമുക്ക് ഈ 5 ഭാഷകളും വിശുദ്ധമാണ്. അപ്പൊ ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടതല്ലേ? യേശുവിന്റെ വാക്ക് മാത്രമല്ലോ, ജീവിതവും പ്രവൃത്തിയും പ്രധാനപ്പെട്ടതല്ലേ നമുക്ക്? മുടങ്ങാതെ പള്ളിയിൽ പോകണമെന്നത് യേശുവിന്റെ മുൻഗണനയല്ല അത്രേ. അപ്പൊ ഈ 3-ാം പ്രമാണം എന്താണ് വട്ടാളി വെച്ചോ? കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നല്ലേ ദൈവപ്രമാണങ്ങൾ 3-ാമത്തത്. ആ ദൈവപ്രമാണങ്ങൾ യേശു ക്രിസ്തു റദ്ദ് ചെയ്തിട്ടുണ്ടോ? സാബത്ത് പരിശുദ്ധമായി ആചരിക്കണമെന്നുള്ള വാക്ക് തന്നെ മാറ്റിയിട്ട് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നാണ്. അതെവിടുന്ന വരുന്ന ആ വാക്ക്? വെളിപാട് 1:10. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം ദൈവപ്രമാണ. എന്നിട്ടത് യേശുവിന്റെ മുൻഗണനയല്ലേ? യേശു ദൈവപ്രമാണങ്ങളൊക്കെ റദ്ദ് ചെയ്തോ? നീ നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവപ്രമാണങ്ങൾ പാലിക്കാനല്ലേ കർത്താവ് പറഞ്ഞത് ആ യുവാവിനോട്? തീർന്നില്ല. ഈ ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച മുടങ്ങാതെ പള്ളി പോകണമെന്ന് ദൈവപ്രമാണം മാത്രമല്ല, ആദിമസഭ അത് ചെയ്തിരുന്നു. ഞായറാഴ്ച ആഴ്ചയുടെ ആദ്യ ദിവസം. അത് തേലക്കാട്ടച്ചൻ പറയുന്ന പോലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതല്ല. തേലക്കാട്ടച്ചനും വട്ടോളിയച്ചനും അതേ അസുഖമുണ്ട്. ബൈബിളിലുള്ളത് മുഴുവൻ നിഷേധിച്ചിട്ട്
ഈ പ്രത്യയശാസ്ത്രം കുത്തിക്കയറ്റുന്ന ഈ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി അതാണ് എറണാകുളത്ത് നശിപ്പിച്ചത്. അത് തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിൽ വിജയിക്കും. കാരണം ഞങ്ങൾ കർത്താവിൻ്റെ കൂടെയാണ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരൻ കാറൽ മാർക്സിന്റെ കൂടെ ആയിരിക്കാം. ഞങ്ങൾ കർത്താവിൻ്റെ കൂടെയാണ്. കാറൽ മാർക്സ് ആണോ കർത്താവാണ് ജയിക്കാൻ നമുക്ക് നോക്കാം. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 27 ആഴ്ചവട്ടത്തിന് 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം മുറിക്കാൻ ഒരുമിച്ച് കൂടി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞായർ ഞാറ്റുവേല നമ്മൾ പറയില്ല. ഞായർ എന്ന് പറയുന്നത് സൂര്യൻ. ഞാറ്റുവേല എന്ന് വെച്ചാൽ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടത്. ഞാറ്റുവേല എന്ന ആ വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. സൺഡേ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, അതായത് ഞായറാഴ്ച, ഞങ്ങൾ അപ്പം മുറിക്കാൻ കുർബാന അർപ്പിക്കാൻ ഒരുമിച്ച് കൂടി. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 27 പറയണേ. എഴുതപ്പെട്ടത് 60കളിലാണ്. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അല്ല. 1 കൊരിന്തോസ് 16:1-2 അത് 1 കൊരിന്തോസ് എഴുതപ്പെട്ടത് ക്രിസ്തുവർഷം 55-ലാണ്. ക്രിസ്തുവർഷം 55 യേശു ക്രിസ്തു മരിച്ചിട്ട് 22 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. ക്രിസ്തുവർഷം 55 എഴുതപ്പെട്ട 1 കൊരിന്തോസ് 16:1-2. ഇനി വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യം പ്രതിപാദിക്കാം. ഞാൻ ഗലാത്യയിലെ സഭകൾ ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവൻ. ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കേണ്ടതിന് നിങ്ങൾ ഓരോരുത്തരും തന്റെ കഴിവനുസരിച്ചുള്ള തുക ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം തോറും നീക്കി വെക്കുകയും തന്റെ പുരോഗതി അനുസരിച്ച് സംഭരിച്ചു വെക്കുകയും വേണം. ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം, അതായത് കുർബാന അർപ്പിക്കാനായിട്ട് ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം വരുമ്പോൾ നിങ്ങൾ ഈ യെറൂസലേമിലെ പാവങ്ങളെ സഹായിക്കാനുള്ള പിരിവ് എടുക്കണം. അപ്പൊ ഞാൻ വരുമ്പോൾ വലിയൊരു കളക്ഷൻ എടുക്കണ്ട, എല്ലാ ഞായറാഴ്ചയും കുറച്ച് പിരിക്കുക എന്ന് ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ പങ്കുചേരുമ്പോൾ പണം ശേഖരിക്കണം. പൗലോസിക കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയിരിക്കുക. ഇത് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ കണ്ട കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇവിടെ ഇതിനകത്തൊക്കെ കൃത്യമായിട്ട് ഉത്തരങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം സമ്മേളിച്ചിരുന്നത് ആദിമസഭ യേശുവിന്റെ മുൻഗണന ആയിരുന്നില്ലെങ്കിൽ അവരെങ്ങനെ സമ്മേളിക്കുമായിരുന്നോ? പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഈ ധർമ്മശേഖരത്തിന് ദിവ്യ ശുശ്രൂഷ, അതായത് പണം പിരിക്കുന്നത്, കുർബാനക്കെട്ടിൽ പണം പിരിക്കുന്നത് ലിറ്റർജിയാണ്. ധർമ്മശേഖരത്തിന് ദിവ്യ ശുശ്രൂഷ, ദ ലിറ്റർജി ഓഫ് ദ കളക്ഷൻ ഓഫ് മണി എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. അത് കാരണം ഈ കർത്താവിന് അർപ്പിക്കുന്ന ഈ സ്നേഹത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പാവപ്പെട്ടവർ സഹായിക്കുന്നുള്ള സ്നേഹവും പരസ്നേഹം. അത് രണ്ടും ഒരുമിച്ച് നടക്കുന്നതാണത്. പണത്തെ ശുദ്ധീകരിക്കുന്ന കർമ്മം കൂടിയാണത്. ദൈവത്തിന് ദിവ്യശുശ്രൂഷ ചെയ്യുന്നൊരു കർമ്മമായിട്ടാണ് പൗലോസ് അതിനെ കണ്ടിരിക്കുന്നത്. അതിനാൽ ഈ പറഞ്ഞ യേശുവിൻ്റെ മുൻഗണനയായിരുന്നില്ല എന്ന് പറയുന്നത് തെറ്റാന്ന് വെച്ചാൽ വളരെ വേദവിപരീതമായ ഒരു സംഗതിയാണ് വട്ടോളിച്ചം പഠിപ്പിക്കുന്നത്. നേർച്ചകളും കാഴ്ചകളും സമർപ്പിക്കുന്നുണ്ടോ എന്നത് യേശുവിൻ്റെ മുൻഗണന ആയിരുന്നില്ലേ വട്ടോളിയച്ചോ? ഇല്ലെങ്കിൽ എന്തിനാണ് യേശു ഇങ്ങനെ ചെയ്തത്? മർക്കോസ് 12:41-44. അനന്തരം യേശു ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുന്നു. ആര്? യേശു. ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. യേശു ഭണ്ഡാരത്തിന് നേരെ ഇരുന്നിട്ട് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ പണം ഇടുന്ന് നോക്കിക്കൊണ്ടിരുന്നു. 12:41 മർക്കോസ്. ധനവാന്മാർ പലരും വളരെയധികം നിക്ഷേപിച്ചു. എന്നാൽ ദരിദ്രയായ ഒരു വിധവ വന്ന് ചെറിയ തുട്ടിന് തുല്യമായി 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരോട് പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെയും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു. എല്ലാവരും തങ്ങൾ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളാകട്ടെ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടിരിക്കുന്നു. ഈ നേർച്ചകളും കാഴ്ചകളും സമർപ്പിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഭണ്ഡാരത്തിന് നേരെ കർത്താവ് ചെന്നിരിക്കുന്നു. എന്നിട്ട് യേശുവിൻ്റെ മുൻഗണന ആയിരുന്നില്ല എന്ന് വട്ടോളിച്ചൻ എങ്ങനെ പറയാൻ പറ്റും? ഇനി ലൂക്കാസ് 11:42. ഫരിസയരായ നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ തുളസിയുടെയും അരൂതയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ ന്യായവും ദൈവസ്നേഹവും നിങ്ങൾ വിട്ടുകളയുന്നു. അടുത്ത വചനം, ഇവ ചെയ്യുകയും അവ അവഗണിക്കാതിരിക്കുകയും ചെയ്യണമായിരുന്നു. ഇവ ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയാതെ അത് ചെയ്യുകയും ഏത് ദശാംശം, തുളസിയുടെയും അരൂതയുടെയും മറ്റെല്ലാ ചെടിയും ദശാംശം അവഗണിക്കാതിരിക്കുകയും വേണമായിരുന്നു. അപ്പോൾ നേർച്ച കാഴ്ചകളൊക്കെ വേണമെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചത്? ദശാംശം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ന്യായവും ദൈവസ്നേഹവും വിട്ടുകളഞ്ഞിട്ട് ദശാംശം കൊടുത്തിട്ട് കാര്യമില്ല. ദശാംശം കൊടുക്കുകയും നീതിയും ന്യായവും ദൈവസ്നേഹം അനുഷ്ഠിക്കുകയും ചെയ്യണം. രണ്ടും വേണമെന്ന കർത്താവ് പറഞ്ഞേ. അപ്പൊ നേർച്ചകളും കാഴ്ചകളും വേണമെന്നല്ലേ പറഞ്ഞത്? പാരമ്പര്യങ്ങൾ സൂക്ഷ്മതയോടെ പാലിക്കുന്നുണ്ടോ, നിയമങ്ങളും ഉപനിയമങ്ങളും ഇപ്പോൾ കാണുന്നു വള്ളിപ്പുള്ളി തെറ്റാതെ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും യേശുവിൻ്റെ മുൻഗണനകളായിരുന്നില്ല. വട്ടോളിച്ചോ, തെറ്റാണ് അച്ഛൻ്റെ പ്രസ്താവന, തെറ്റാണ്.
ആയിരുന്നു. 1 കൊരിന്തോസ് 11, 23, 26. എന്തെന്നാൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. പാരമ്പര്യം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം. കർത്താവ് എന്നിട്ട് പറഞ്ഞിട്ടാണ് ഈ കുർബാനയെക്കുറിച്ച് പറയണേ. 1 കൊരിന്തോസ് 11, 23 പൗലോസ് പറയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ പാരമ്പര്യം ഇതാണ്. 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2:13. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ട ദൈവവചനം മനുഷ്യന്റെ വചനമല്ല, മനുഷ്യന്റെ വചനമായിട്ടല്ല, സത്യമായിട്ടും ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ പാരലംബാനോ എന്നാണ് ഗ്രീക്ക്. അതിൽ നിന്നാണ് പാരാദോസിസ്, പാരമ്പര്യം എന്ന വാക്ക് വരണേ. നമ്മൾ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനമായി കൈക്കൊള്ളുന്നതാണ് പാരമ്പര്യം, വിശുദ്ധ പാരമ്പര്യം. ആ വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നാണ് ചില വചനങ്ങൾ എഴുതപ്പെട്ടത്. എല്ലാം എഴുതപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു ചെയ്ത അനേകം കാര്യങ്ങളുണ്ട്, അവയൊന്നും എഴുതപ്പെട്ടിട്ടില്ല. എഴുതപ്പെട്ടിരുന്നെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ലോകത്തിന് കഴിയില്ലായിരുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ കിടക്കണേ. ചുരുക്കത്തിൽ 1 തെസ്സലോനിക്ക 2:13 പൗലോസിൽ പറയാണ്, ഒരു സെക്കൻഡ്, 1 തെസ്സലോനിക്ക 2:13 പൗലോസ് പറഞ്ഞ വചനം നമുക്ക് ഒന്നുകൂടി കേൾക്കാം. അത് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ട ദൈവവചനം മനുഷ്യന്റെ വചനമായിട്ടല്ല, സത്യമായിട്ടും ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തിന് ഇടപെടാതെ കൃതജ്ഞത അർപ്പിക്കുന്നു. വിശുദ്ധിക്ക് നിങ്ങളിൽ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നോക്കുക, ഈ കൈക്കൊണ്ടതിനാൽ എന്ന വാക്കിന് ഞാൻ അർത്ഥം പറഞ്ഞല്ലോ, പാരലംബാനം. സഭയുടെ പാരമ്പര്യത്തിലുള്ള പ്രബോധനം സ്വീകരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന സാങ്കേതിക പദമാണിത്. ഇതിൽ നിന്നാണ് പാരാഡോസിസ്, പാരമ്പര്യം എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. സമ്പ്രദായം എന്ന വാക്കാണ് സത്യവേദ പുസ്തകത്തിൽ. അത് അത്ര നല്ല ഒരു വാക്കല്ല, പാരമ്പര്യം എന്ന് തന്നെയാണ് വേണ്ടത്. ഈ 1 തെസ്സലോനിക്ക 4:1, 1 കൊരിന്തോസ് 11:23, 15:1, 15:3 ഇത് ആവർത്തിച്ചിട്ടുണ്ട്. പാരാഡോസിസ്, പാരമ്പര്യം. അപ്പോൾ എങ്ങനെയാണ് ഈ വട്ടോളിയച്ചന് പാരമ്പര്യങ്ങൾ സൂക്ഷ്മതയോടെ പാലിക്കുന്നുണ്ടോ എന്നത് ക്രിസ്തുവിന്റെ പരിഗണന ആയിരുന്നില്ല എന്ന് പറയാൻ പറ്റണേ? പരിഗണന ആയിരുന്നു. 1 കൊരിന്തോസ് 15:1-3, 15-ാമത്തെ അധ്യായം 1-3 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പ്രഖ്യാപിച്ച സുവിശേഷം ഞാൻ ഇപ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. മുമ്പ് പ്രഖ്യാപിച്ചത് ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് നിങ്ങൾ സ്വീകരിച്ചത്, അതിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. എനിക്ക് ലഭിച്ചത്, 3-ാമത്തെ വാക്യം, എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചെന്നു. എനിക്ക് ലഭിച്ചത്, പാരമ്പര്യത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചത്, സഭയുടെ പാരമ്പര്യത്തിൽ എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചെന്നു. ഉത്ഥാനത്തെക്കുറിച്ച് പാലസ്തീനയിലെ ആദിമസഭയിൽ നിലനിന്നിരുന്ന വിശ്വാസ പ്രഘോഷണ പാരമ്പര്യമാണ് പൗലോസ് എടുത്തെഴുതുന്നത്. റോമാലേഖനം 10:9 കാണാതെ. അന്ത്യവിരുന്നന്റെ വിവരണത്തിൽ എന്ന പോലെ ഇവിടെയും സ്വമേധി അല്ല താൻ സംസാരിക്കുന്നതെന്ന് പൗലോസ് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഊന്നി പറയാണ്. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചതെന്നു. കൈമാറുന്ന പാരമ്പര്യം എന്ന അർത്ഥത്തിൽ യഹൂദ വൃത്തങ്ങൾ ഉപയോഗിച്ചിരുന്ന പാരാഡിഡോം എന്ന വാക്കാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ നാമരൂപമാണ് പാരാഡോസിസ്, പാരമ്പര്യം, വിശുദ്ധ പാരമ്പര്യം. 2 തരം പാരമ്പര്യമുണ്ട്, മാനുഷിക പാരമ്പര്യവും ദൈവിക പാരമ്പര്യവും. ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചത്, സ്ലീഹന്മാരിൽ നിന്ന് ലഭിച്ചത് ദൈവിക പാരമ്പര്യമാണ്. ആ പാരമ്പര്യങ്ങൾ സൂക്ഷ്മതയോടെ പാലിക്കണമെന്ന് പൗലോസ് എഴുതിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന കാര്യമൊന്നും പറയാം ഞാൻ. മാർപ്പാപ്പമാർ പറയുന്നത് വട്ടോളിക്കൊക്കെ ബോധ്യാവോ വിമത വൈദികർക്ക് ബോധ്യാവോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നസ്രത്തിൽ യേശു എന്ന പുസ്തകത്തിനകത്ത് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന കാര്യം, മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണല്ലോ, ഇവർക്കത് അവർക്ക് മാർപ്പാപ്പ ധിക്കരിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് അത് ശരിയായില്ലായിരിക്കാം. പക്ഷെ കത്തോലിക്കർക്ക് പരമാധ്യക്ഷനാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും ബെനഡിക്ട് മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2-ാമത്തെ സൂനോദോസ് തൊട്ട് എന്നുവെച്ചാൽ 62 മുതൽ ഇപ്പം ഈ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹമായിരുന്നു കത്തോലിക്ക സഭയെ നയിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ദൈവശാസ്ത്രപരമായ കാര്യങ്ങളിലും വളരെ പ്രസക്തമായ സഭയുടെ പ്രബോധനങ്ങളെ സംബന്ധിച്ചും പകർന്നു കിട്ടിയ പാരമ്പര്യത്തിൻ്റെയും പകർന്നു കൊടുക്കുന്ന പാരമ്പര്യത്തിൻ്റെയും വിശ്വാസ ചങ്ങലയിലെ ഒരു കണ്ണി മാത്രമായിട്ട് പൗലോസ് തന്നെ ബോധവും പ്രതിഷ്ഠിക്കുക. പകർന്നു കിട്ടിയ പാരമ്പര്യത്തിൻ്റെയും പകർന്നു കൊടുക്കുന്ന പാരമ്പര്യത്തിൻ്റെയും വിശ്വാസ ചങ്ങലയിലെ ഒരു കണ്ണി മാത്രമാണ് പൗലോസ്. അത് പൗലോസ് ബോധപൂർവം തന്നെ അതിൽ ആ കണ്ണിയിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഈ പാരമ്പര്യ കണ്ണിയിൽ വിശുദ്ധ പാരമ്പര്യം സ്വീകരിക്കുകയും
അത് മറ്റുള്ളവർ കൈമാറുകയും ചെയ്യുന്നവരുടെ നിരയിലെ ഒരു കണ്ണി മാത്രമാണ് പൗലോസ്. എല്ലാം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നുവോ, എന്തിനെ ആധാരമാക്കിയാണോ മറ്റെല്ലാം നിലനിൽക്കുന്നത്, ആ അന്തസത്തയോടുള്ള വിശ്വസ്തതയാണ് മുഖ്യം. ആ അന്തസത്തയാണ് വിശുദ്ധ പാരമ്പര്യം. സാരവത്തായ ഘടകം ആവശ്യപ്പെടുന്ന ഒരേ ഒരു സംഗതി വിശുദ്ധ പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയാണ്. എന്നിട്ട് വട്ടോളി പറയുക, പാരമ്പര്യങ്ങൾ സൂക്ഷ്മമായി പാലിക്കുന്നത് യേശുവിന്റെ പരിഗണനയിൽ വരുന്ന വിഷയമല്ല എന്ന് പറയാൻ വട്ടോളിക്ക് എന്ത് 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 ധാർമ്മികതയാണുള്ളത്, എന്ത് വിശ്വാസതയാണുള്ളത്? കർത്താവിനെ പാടെ നിരാകരിക്കുന്ന വട്ടോളി കത്തോലിക്കനായിരിക്കാൻ അർഹതയുണ്ടോ? വിമത വൈദികർക്ക് കത്തോലിക്കനായിരിക്കാൻ അർഹതയുണ്ടോ? അൽമായ മുന്നേറ്റക്കാർക്ക് കത്തോലിക്കനായിരിക്കാൻ അർഹതയുണ്ടോ? പകർന്നു കിട്ടിയ വിശുദ്ധ പാരമ്പര്യത്തിലുള്ള കൂറ് സാരവത്തായ ഘടകങ്ങളുടെ കൂറാണ്. ഉത്തിതനെ നേരിട്ട് കണ്ടതിനെ കുറിച്ചും കർത്താവിൽ നേരിട്ട് സഭയുടെ മധ്യസ്ഥത ഇല്ലാതെ അപ്പസ്തോലികത്വം സ്വീകരിച്ചതിനെ കുറിച്ചും എന്നും വാചാലമായി സംസാരിച്ചിട്ടുള്ള പൗലോസാണ് ഇവിടെ അടിവരയിട്ട് സ്ഥാപിക്കുന്നത് സഭയുടെ വിശ്വാസ പൈതൃകത്തിൽ നിന്ന് തനിക്ക് പകർന്നു കിട്ടിയതിനോടുള്ള അക്ഷരാർത്ഥത്തിലുള്ള വിശ്വസ്തതയാണ് തനിക്കുള്ളത്. സഭയല്ല തനിക്ക് ദൈവവിളി തന്നതെന്ന് വാതോരത പറഞ്ഞിരുന്ന പൗലോസ് ഇവിടെ സഭയിൽ നിന്നും പകർന്നു കിട്ടിയ പാരമ്പര്യത്തിന്റെ ഭാവമണ്ഡലത്തെ ആ തിളക്കത്തോട് ഊന്നി പറയാണ്. സഭയുടെ ആരംഭം മുതലുള്ള പൊതുവിശ്വാസ പൈതൃകത്തോട് 100% കൂറു പുലർത്തുന്നു എന്നാണ് പൗലോസ് വ്യക്തമാക്കുന്നത്. നിങ്ങൾ നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പകർന്നു തന്നതും നിങ്ങൾ അചഞ്ചരായി മുറുകെ പിടിക്കുന്നതുമായ വചനമാണ്. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച ആ വചനമാണ് പൗലോസ് പറയുന്ന സുവിശേഷത്തിന്റെ അടിസ്ഥാന ശീല. ആ വചനം, അതായത് ആ വചനം പദാനുപദമായി രൂപപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സുപ്രധാനമാണ്. വചനം മാത്രമല്ല, വചനത്തിന്റെ രൂപശില്പവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ കേന്ദ്ര സന്ദേശത്തിലുള്ള ഉള്ളടക്കം മാത്രമല്ല, പദാനുപദമായുള്ള പദവിന്യാസവും വിശ്വാസം ആക്ഷരികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രമം, പദക്രമം തെല്ലും മായം ചേർക്കാതെ വള്ളിപ്പുള്ളി തെറ്റാതെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നാണ് പൗലോസ് പറയണേ. എനിക്ക് ലഭിച്ചത് ഏറ്റവും സർവപ്രധാനമായി ഞാൻ അങ്ങനെ തന്നെ കൈമാറുന്നു, ഒരു വാക്ക് പോലും മാറ്റം വരുത്താതെ. സഭയുടെ ഏറ്റവും പ്രാചീനമായ വിശ്വാസ പൈതൃകത്തോടുള്ള ഈ സന്ധിബന്ധമാണ് വിശ്വാസത്തിന്റെ ഐക്യതയുടെയും സാർവലൗകികമായി അത് അനുസരിക്കാൻ ബാധ്യതമാക്കുന്ന അതിന്റെ സ്വഭാവത്തിന്റെയും ഉറവിടം. ഇതാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയണേ. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പാരമ്പര്യങ്ങൾ സൂക്ഷ്മമായി പാലിക്കേണ്ടത് യേശുവിന്റെ പരിഗണനയുടെ വിഷയമല്ലായിരുന്നുവെന്ന് വട്ടോളിച്ചൻ പറയുന്നത് ശുദ്ധ തെറ്റാണ്, വേദവിപരീതമാണ്, സഭാവിരുദ്ധമാണ്. മെത്രാമാര് ശക്തമായ നടപടിയെടുക്കണം. രാജി സ്വീകരിച്ചാൽ മാത്രം പോരാ. രാജി സ്വീകരിക്കുന്ന സമ്മർദ്ദ തന്ത്രമാണെങ്കിൽ ഇനി ഈ രാജി പിൻവലിക്കാതെ രാജി സ്വീകരിക്കാതെയും ഈ വട്ടോളിയെ പോലുള്ള വിമത വൈദികരെ സംരക്ഷിക്കുകയും ചെയ്താല് മെത്രാമാര് വട്ടോളിയെ പോലെ വേദവിപരീതത്തിൽ ചെന്ന് ചാടും. ഇപ്പൊ തന്നെ അവർ ചെന്ന് ചാടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണേ. ഈ എറണാകുളം അങ്കമാലി അതിരൂപത നയിക്കുന്ന 2 മെത്രാന്മാര് വേദവിപരീതത്തിലും പാഷണ്ഡതയിലും ശീഷ്മയിലുമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, മറിച്ച് അവർ തെളിയിക്കുന്നത് വരെ. അപ്പൊ ഇത് വട്ടോളിക്കുള്ള മറുപടി മാത്രമല്ല, ഇത് സകല മെത്രാന്മാർക്കും കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിലുള്ള സകലർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഞാൻ തിരുവചനങ്ങൾ ഉപയോഗിച്ചും സഭയുടെ കത്തോലിക്ക സഭയുടെ പ്രബോധനം കോട്ട് ചെയ്തും കത്തോലിക്ക സഭയുടെ മതബോധനവും മാർപ്പാപ്പയുടെ പ്രബോധനവും ഒക്കെ കോട്ട് ചെയ്താണ് ഞാൻ സംസാരിച്ചത്. വട്ടോളിച്ചനെ ഞാൻ നേരിട്ട് അറിയില്ല, എനിക്ക് അദ്ദേഹത്തിന് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല. അദ്ദേഹം മാനസാന്തരപ്പെട്ട് കത്തോലിക്ക വിശ്വാസത്തിൽ വരണമെന്നും ഒക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് തയ്യാറല്ലെങ്കിൽ വൈദിക വൃത്തി തന്നെയും കത്തോലിക്ക സഭയും ഉപേക്ഷിക്കണം. കമ്മ്യൂണിസ്റ്റ്, മാവോയിസ്റ്റ് ഫിലോസഫി ഉള്ളത് അവർക്ക് പ്രവർത്തിക്കുന്ന വേറെ പാർട്ടി ഉണ്ടല്ലോ, കത്തോലിക്ക സഭയുടെ ആവശ്യമില്ല. അതിന് വഴിയൊരുക്കുകയാണ് മെത്രാന്മാർക്ക് ഈ ദൈവവചനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, സഭയുടെ പ്രബോധനങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അത് ഇനിയും പ്രത്യേകിച്ച് എറണാകുളത്തെ മെത്രാന്മാർ അത് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതുവരെ നിങ്ങളും സംശയത്തിന്റെ നിഴലിലാണ്. നിങ്ങൾ കത്തോലിക്ക വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്ന് മെത്രാന്മാരും തെളിയിക്കട്ടെ, വിമത വൈദികരും തെളിയിക്കട്ടെ, മുന്നേറ്റക്കാരും തെളിയിക്കട്ടെ, വട്ടോളിച്ചനും തെളിയിക്കട്ടെ. അതിന് മെത്രാന്മാർ വഴിയൊരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, തുടക്കത്തിൽ പറഞ്ഞത്, ഇത് വെറുതെ വട്ടോളിച്ചിന് കൊടുത്ത മറുപടി മാത്രമല്ല. സകല വിമത വൈദികരും ഒരുപക്ഷെ നമ്മുടെ കുറച്ച് മെത്രാന്മാരും ഈ തരത്തിൽ വേദവിപരീതം പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ കുറേ അച്ഛന്മാരും പഠിപ്പിക്കുന്നുണ്ട്, കത്തോലിക്ക വിട്ടുപോയിട്ടുള്ളവരും പഠിപ്പിക്കുന്നുണ്ട്. അവർക്കെല്ലാം പഠിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ നൽകുന്നത്. ഇതൊരു ക്ലാസ് ആയിട്ട് കാണണം, വേറൊരു വീഡിയോ ആയിട്ട് കാണരുത്. ഞാൻ പറഞ്ഞ വചനങ്ങളൊക്കെ നിങ്ങൾ വെച്ചിട്ട് നിങ്ങളിത് ചർച്ച ചെയ്യണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.